ഒരു രാജ്യം ഏകദേശം 80 വർഷമായിട്ട് ചെയ്യാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു പവർഫുൾ നാഷണൽ സ്പൈ ഏജൻസി ഉണ്ടാക്കുന്നു. അമേരിക്കയുടെ CIA പോലെ, ബ്രിട്ടന്റെ MI6 പോലെ, ഇസ്രായേലിന്റെ മൊസാദിനെ പോലെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ശക്തിയായ ജപ്പാനും സ്വന്തം ഇന്റലിജൻസ് സിസ്റ്റം പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ ഒരുങ്ങുകയാണ്. വെറും ഒരു ചെറിയ ഏജൻസി അല്ല ഇത്. ഏകദേശം 33,000 അസറ്റുകളും തുടക്കത്തിൽ തന്നെ $407 മില്യൺ, അതായത് ഏകദേശം 3,400 കോടിയോളം ഇന്ത്യൻ രൂപ ബജറ്റുമുള്ള ഭീമൻ ചാര സംഘടനയാണ് ജപ്പാൻ കെട്ടിപ്പടുക്കുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, ഇത്രയും വർഷം വേണ്ട എന്ന് വെച്ച ജപ്പാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തത്? ചൈനയാണോ കാരണം? നോർത്ത് കൊറിയയാണോ? അല്ലെങ്കിൽ ലോകം ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ ഫേസിലേക്ക് കടക്കുകയാണോ? നമുക്ക് ഇതൊന്ന് ഡെപ്തിൽ നോക്കാം. ഈ വാർത്ത മനസ്സിലാക്കാൻ ആദ്യം ചരിത്രം അറിയണം. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടു. അക്കാലത്ത് ജപ്പാന് വളരെ ക്രൂരവും ശക്തവുമായ ഒരു മിലിറ്ററി ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം US പിന്തുണയോടെ ജപ്പാൻ എഴുതിയ പുതിയ ഭരണഘടനയിൽ അവരൊരു പ്രധാന കാര്യം എഴുതി ചേർത്തു: പാസിഫിസം. അതായത് ഇനി ജപ്പാൻ ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല, യുദ്ധം ചെയ്യില്ല. ഇതിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ രഹസ്യമായിട്ട് ചാരപ്പണി നടത്തുന്ന വിദേശ ചാര സംഘടനകളെ ജപ്പാൻ പൂർണ്ണമായും നിരോധിച്ചു. രാജ്യത്തിനകത്തെ കാര്യങ്ങൾ നോക്കാൻ ചെറിയ ആഭ്യന്തര ഏജൻസികൾ ഉണ്ടായിരുന്നുവെങ്കിലും വിദേശത്ത് ഓപ്പറേഷൻസ് നടത്താൻ ജപ്പാന് അനുവാദം ഉണ്ടായിരുന്നില്ല. ജപ്പാന്റെ പ്രതിരോധ കാര്യങ്ങൾ വലിയ അളവിൽ നോക്കിയിരുന്നത് അമേരിക്കയും ആയിരുന്നു. എന്നാൽ കാലം മാറി, ജിയോ പൊളിറ്റിക്സ് മാറി മറിഞ്ഞു. ഇനിയും അമേരിക്കയെ മാത്രം വിശ്വസിച്ച് ഇരിക്കാൻ കഴിയില്ലെന്ന് ടോക്കിയോ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജർമ്മനി സർക്കാർ ദേശീയ രഹസ്യാന്വേഷണ സംവിധാനം വലിയ രീതിയിൽ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദേശീയ ഇന്റലിജൻസ് സിസ്റ്റം ഒരൊറ്റ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക, ഒരു നാഷണൽ ഇന്റലിജൻസ് ഏജൻസി രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുന്ന ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന പുതിയ പദവി സൃഷ്ടിക്കുക, വിവിധ മന്ത്രാലയങ്ങളിൽ ചിതറിക്കിടക്കുന്ന വിവരശേഖരണം ഏകോപിപ്പിക്കുക, തുടർന്നൊരു ഇൻഡിപെൻഡന്റ് ഫോറിൻ ഇന്റലിജൻസ് ഏജൻസി സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കായിട്ട് പ്രത്യേക പരിശീലന സ്ഥാപനവും രൂപീകരിക്കാൻ പദ്ധതിയുണ്ട്. ഇനിയുള്ള പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എന്നതാണ്. ജപ്പാന്റെ ഈ ഒരു പെട്ടെന്നുള്ള നീക്കത്തിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ചൈനയുടെ ഭീഷണിയാണ്. തായ്വാനെ പിടിച്ചെടുക്കാൻ ചൈന എപ്പോൾ വേണമെങ്കിലും നീക്കം നടത്താം. തായ്വാൻ വീണാൽ അത് ജപ്പാന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിക്കുന്നത് ജപ്പാന് വലിയ തലവേദനയാണ്. ഇനി രണ്ടാമതായിട്ട് വടക്കൻ കൊറിയ, നോർത്ത് കൊറിയ. കിം ജോങ് ഉൻ ഇടയ്ക്കിടയ്ക്ക് ജപ്പാന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ഈ ഭീഷണി നേരിടാൻ കൃത്യമായ മുൻകൂർ വിവരങ്ങൾ ജപ്പാന് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം. ഈ ഒരു യുദ്ധം നൽകിയ പാഠങ്ങളാണ്. ഒരു വലിയ യുദ്ധമുണ്ടായാൽ അമേരിക്ക ഓടിയെത്തുമെങ്കിലും സ്വന്തമായിട്ടൊരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലെങ്കിൽ ഏത് വലിയ രാജ്യവും പെട്ടുപോകുമെന്ന് ജപ്പാൻ മനസ്സിലാക്കി. ഇനി ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജപ്പാനിൽ ഇന്റലിജൻസ് ഇല്ല എന്നല്ല, ഉണ്ട്. പക്ഷേ അത് പല വകുപ്പുകളിലായിട്ട് ചിതറിക്കിടക്കുകയാണ്. ഉദാഹരണത്തിന് ക്യാബിനറ്റ് ഇന്റലിജൻസ് ആൻഡ് റിസർച്ച് ഓഫീസ്, പബ്ലിക് സെക്യൂരിറ്റി ഇന്റലിജൻസ് ഏജൻസി, ഡിഫൻസ് ഇന്റലിജൻസ്, നാഷണൽ പോലീസ്, കോസ്റ്റ് ഗാർഡ് ഇന്റലിജൻസ്, ഇങ്ങനെ ഓരോ ഏജൻസിയും വേർതിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ഇവയുടെ വിവരങ്ങൾ വേഗത്തിൽ സംയോജിപ്പിച്ച് ദേശീയ തലത്തിൽ മികച്ച തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാന്റെ ക്യാബിനറ്റ് ഇന്റലിജൻസ് ആൻഡ് റിസർച്ച് ഓഫീസ് CIRO പുനഃസംഘടിപ്പിച്ചിട്ടാണ് ഈ ഭീമൻ ഏജൻസി രൂപീകരിക്കുന്നത്. ലോകമെമ്പാടും ഇൻഫർമേഷൻ ശേഖരിക്കാൻ അവർ ഇതിനകം തന്നെ 33,000 ഏജന്റുമാരെയും വിവരശേഖരണ ശൃംഖലയെയും സജ്ജമാക്കി കഴിഞ്ഞു. $407 മില്യൺ ആണ് ഇതിനായിട്ട് ടോക്കിയോ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ജപ്പാന്റെ യുദ്ധാനന്തര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റലിജൻസ് റീഫോമായി വിലയിരുത്തപ്പെടുന്നു. ഈ സ്പൈ ഏജൻസിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്ന് വെച്ചാൽ, ഇത് വെറും ഒരു പരമ്പരാഗത ജെയിംസ് ബോണ്ട് ടൈപ്പ് ചാരസംഘടനയല്ല. ഇതിൽ അതിനൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക സാറ്റലൈറ്റ് ഇമേജിംഗ്, സൈബർ ഡിഫൻസ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിദഗ്ധർ പറയുന്നത്, അമേരിക്ക വർഷങ്ങളായിട്ട് ജപ്പാൻ സ്വന്തം സുരക്ഷാ ശേഷി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ ശക്തി സമത്വം നിലനിർത്താൻ ജപ്പാൻ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ പുതിയ ഇന്റലിജൻസ് റീഫോം ആ ഒരു വലിയ സുരക്ഷാ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. അതേസമയം വിമർശനങ്ങളുമുണ്ട്. എല്ലാവരും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നില്ല. ചിലർ ചോദിക്കുന്നത്, ഇത് പ്രൈവസിയെ ബാധിക്കുമോ? സർക്കാരിന്റെ നിരീക്ഷണ അധികാരം വർദ്ധിക്കുമോ? യുദ്ധാനന്തര കാലത്ത് ജപ്പാൻ പിന്തുടർന്ന സമാധാന നയത്തിൽ നിന്ന് രാജ്യം അകലുകയാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതേസമയം അനുകൂലിക്കുന്നവർ പറയുന്നത്, ഇന്നത്തെ ലോകത്ത് ശക്തമായ ഇന്റലിജൻസ് ഇല്ലാതെ ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നാണ്.
സമീപകാലത്ത് ജപ്പാന്റെ പല സർക്കാർ സംവിധാനങ്ങളിലും വലിയ രീതിയിൽ വിദേശ സൈബർ അറ്റാക്സ് നടന്നിരുന്നു. ചൈനയിൽ നിന്നും വടക്കൻ കൊറിയയിൽ നിന്നുമുള്ള ഹാക്കർമാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പുതിയ ഏജൻസി വരുന്നതോടെ സൈബർ ഡിഫൻസ് കൂടുതൽ ശക്തമാക്കാനും ശത്രുക്കളുടെ സൈബർ അറ്റാക്സിനെ പ്രതിരോധിക്കാനും ജപ്പാന് സാധിക്കും. കൂടാതെ തങ്ങളുടെ സഖ്യകക്ഷികളായ അമേരിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും ഈ ഏജൻസി വഴി സാധിക്കും. ജപ്പാന്റെ ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെ പവർ ബാലൻസ് പൂർണ്ണമായും മാറ്റിയെഴുതാൻ പോകുന്ന ഒന്നാണ്. ഒരു കാലത്ത് യുദ്ധത്തിൽ വിരക്തമായിട്ട് ഒതുങ്ങിക്കൂടിയ ജപ്പാൻ തങ്ങളുടെ സാങ്കേതിക കരുത്ത് ഉപയോഗിച്ച് ലോകത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ചാരസംഘടന നിർമ്മിക്കാൻ പോകുമ്പോൾ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്കും വടക്കൻ കൊറിയയ്ക്കും അത് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. സ്വയം സംരക്ഷിക്കാൻ തങ്ങൾ പ്രാപ്തരാണ് എന്ന സന്ദേശമാണ് ടോക്കിയോ ഇതിലൂടെ നൽകുന്നത്. ഒരു കാലത്ത് യുദ്ധത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ച രാജ്യം ഇന്ന് വീണ്ടും ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയാണ്. പക്ഷേ ഇത്തവണ ടാങ്കുകളെക്കാളും മിസൈലുകളെക്കാളും പ്രധാനമാകുന്നത് ഇൻഫർമേഷൻ ആണ്. കാരണം ഇന്നത്തെ ലോകത്ത് ആദ്യം വിവരം ലഭിക്കുന്നവരാണ് പലപ്പോഴും യുദ്ധഭൂമിയിലും നയതന്ത്ര രംഗത്തും വിജയിക്കുന്നത്. ജപ്പാന്റെ പുതിയ ഇന്റലിജൻസ് ഏജൻസി ഒരു ഭരണ പരിഷ്കരണം മാത്രമല്ല, ഏഷ്യയിലെ മാറുന്ന ശക്തി സമവാക്യങ്ങളുടെ ഏറ്റവും പുതിയ സൂചന കൂടിയാണ്. ഇനി ഈ നീക്കം ചൈനയുമായിട്ടുള്ള ബന്ധത്തെയും ഉത്തര കൊറിയയുടെ പ്രതികരണത്തെയും ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ രാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.